ഇന്ന് ചിങ്ങപ്പുലരിയിൽ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും എല്ലാം തിരക്ക് നമ്മൾ കണ്ടതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് തളി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ശിവദാസ്കൻ വനം ഉണ്ട്. ശിവദാസ, ഇന്ന് രാവിലെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ചിങ്ങം 1. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെല്ലാം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടല്ലേ? ദേവിക, നമസ്തേ. ഇന്ന് ചിങ്ങപ്പുലരി ആണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ചരിത്ര പ്രസിദ്ധമായ തളി ക്ഷേത്രത്തിലാണ്. ഇവിടെയും രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും കാണാൻ കഴിയുന്നത്. കാരണം മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ഒരു പുതുവർഷ ആരംഭം കൂടിയാണ്. അതോടൊപ്പം തന്നെ കർഷക ദിനമാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം കർക്കിടക മാസം അത് കർക്കിടകമായിരുന്നു. ക്ലേശകരമായി തന്നെ ഉള്ള ഒരു മാസമാണ്. മലയാളികൾ അങ്ങനെയാണ് കർക്കിടക മാസത്തെ കാണുന്നത്. അതിനുശേഷം പിറവിയെടുക്കുന്ന ഈ ചിങ്ങമാസം, അത് മലയാളികളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം. അതുകൊണ്ട് തന്നെ എല്ലാം പുതിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ഈ ഒരു മാസത്തിലാണ്. ഈ ഒരു തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഈ ഒരു ചിങ്ങമാസത്തേക്ക് എങ്ങനെയാണ് നമ്മൾ മലയാളികൾ വരവേൽക്കുന്നത്? സന്തോഷമായിട്ട് ഓണല്ലേ. എങ്ങനെ നമ്മുടെ ഈ ഒരു ചിങ്ങമാസത്തേക്ക് നമ്മൾ ഐശ്വര്യത്തിന് സമൃദ്ധിയുടെ ഒരു മാസമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ട്. രാവിലെ തന്നെ മലയാളികളൊക്കെ കൂടുതൽ ആളുകളും വിശ്വാസികളൊക്കെ. ഞങ്ങളിപ്പം വളയനാട് പോയി വരികയാണ്. നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. ശരി. അങ്ങനെ നിരവധി ഭക്തരാണ്. വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് ഈ ഭക്തരെല്ലാം ഇങ്ങനെ ഈ ഒരു തളി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അതായത് തൊട്ടപ്പുറത്ത് മറ്റൊരു ക്ഷേത്രമുണ്ട്, വളയനാട് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോയി അതിനുശേഷം ഇങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിലുള്ള ഒരു സന്ദർശനം കൂടി ഇതിൻ്റെ ഭാഗമായി തന്നെ മലയാളികൾ നടത്തുന്നുണ്ട്. അതായത് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് വളരെ പുണ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരു തുടക്കമാണ്. മഹാലക്ഷ്മി ഓരോ വീട്ടിലേക്കും കയറി വരുന്നു. ഇങ്ങനെ ഐശ്വര്യത്തിൻ്റെ ഒരു ദിനം എന്നുള്ള ഒരു സങ്കല്പം കൂടി ഈ ഒരു മാസത്തിൽ, ചിങ്ങമാസത്തിൽ ഉണ്ട്. മാത്രമല്ല പൊന്നോണം വരുന്ന ഒരു മാസമാണ്. പൊന്നോണത്തെ വരവേൽക്കാൻ വേണ്ടി മലയാളികൾ കാത്തിരിക്കുന്നു. അങ്ങനെ പൊന്നോണം വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാസം. അങ്ങനെ നിരവധി പ്രത്യേകതകൾ ഈ ഒരു ചിങ്ങമാസത്തിന് ഉണ്ട്. ക്ഷേത്ര ദർശനം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മലയാളികൾ അവരുടെ ഒരു തുടക്കം നന്നാക്കുക, അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കുന്നത് ക്ഷേത്ര ദർശനത്തിലൂടെ അവരുടെ എല്ലാം ഭഗവാന് സമർപ്പിച്ച്, ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാം തുടങ്ങി വയ്ക്കുന്നു. അങ്ങനെ ഈ ഒരു വർഷം പൂർണ്ണമായും ഒരു ഐശ്വര്യപൂർണമായ ഒരു വർഷമായി മാറുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മലയാളികൾ ഉള്ളത്. അതിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. കാരണം ഇനിയുള്ള ഈ ദിവസങ്ങൾ, മാസങ്ങൾ, ഈ വർഷം പൂർണ്ണമായും വളരെ നല്ല ഒരു മാസമായി, ഐശ്വര്യപൂർണമായ, ആഘോഷപൂർണമായ ഒരു മാസമാക്കി മാറ്റുക എന്നുള്ള ഒരു വിശ്വാസം, അങ്ങനെയുള്ള ഒരു സങ്കല്പം, അതുതന്നെയാണ് ഈ ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ വയലുകളെല്ലാം തന്നെ കൊയ്ത് എടുത്ത് അത് കറ്റ മെതിച്ച് അങ്ങനെ സുന്ദരമായ ഒരു കാർഷിക സംസ്കൃതിയുടെ ഒരു മാസം കൂടി ഈ ചിങ്ങമാസം ആണ്. വയലുകളെല്ലാം വിളഞ്ഞ് നിന്ന് അത് കൊയ്തെടുത്ത് അത് അതിൻ്റെ ഈ നെല്ല് എല്ലാം തന്നെ വീടുകളിലെ പത്തായപ്പുരകളിൽ നിറച്ചു വെച്ച്, അങ്ങനെ ഒരു സംസ്കൃതി, നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെയും സംസ്കൃതിയുടെയും എല്ലാം തന്നെ അടയാളം കൂടിയാണ് ഈ ചിങ്ങമാസം. ഇപ്പോൾ വയലുകളൊക്കെ ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പാരമ്പര്യമായ ആ ഒരു തനിമയുടെയും ഓർമ്മയുടെയും എല്ലാം തന്നെ ആ കാലം കൂടിയാണ്. അങ്ങനെയുള്ള ഓർമ്മകളുടെയും പാരമ്പര്യത്തിൻ്റെയും എല്ലാം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചിങ്ങമാസം. ഇങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രധാനപ്പെട്ട, ഏറെ വിശിഷ്ടമായ ഒരു മാസം കൂടിയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇങ്ങനെ മലയാളി തനിമയുള്ള വേഷങ്ങൾ ധരിച്ച്, പാരമ്പര്യ തനിമയുള്ള വേഷങ്ങൾ ധരിച്ച് ക്ഷേത്രങ്ങളിൽ എത്തുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തളി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതികൂല കാലാവസ്ഥയാണ്, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടും, അല്ലെങ്കിൽ അതിനൊന്നും തന്നെ വകവയ്ക്കാതെ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും വലിയ രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഈ കാലാവസ്ഥയൊക്കെ മാറി പുതിയൊരു ഐശ്വര്യപൂർണ്ണമായ തെളിഞ്ഞ കാലാവസ്ഥ എത്തും. അന്തരീക്ഷ പ്രകൃതി മാത്രമല്ല അനുഗ്രഹിക്കുക, ജീവിതത്തിലും അത്തരത്തിലുള്ള ഒരു
തെളിഞ്ഞ സാഹചര്യവും കാലാവസ്ഥയും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ഉള്ള ഒരു കാലം കൂടിയാണ് വരുന്നത്. ചിങ്ങമാസം അതിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ ആളുകൾ തങ്ങളുടെ എല്ലാം തന്നെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും അകറ്റുന്നതിന് വേണ്ടി അവർ ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും എല്ലാം തന്നെ അങ്ങനെയുള്ള ഐശ്വര്യപൂർണമായ ഒരു മലയാള മാസത്തെ വരവേൽക്കുകയാണ് ഇന്ന് മലയാളികൾ. ദേവിക.